നമസ്കാരം. ഒഡീഷയിലെ കേന്ദ്രപാഡ ജില്ലയിലെ ഫരീദ ഖാത്തൂൺ എന്ന യുവതി അവരുടെ ഭർത്താവായ സൈനുജീൻ ഖാൻ ലവ് ജിഹാദിലൂടെ ഹിന്ദു പെൺകുട്ടികളെ വലയിലാക്കുന്നു എന്നത് സംബന്ധിച്ച വിശദമായ വാർത്ത തത്വമയി ന്യൂസ് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. അപ്പോൾ ആ വാർത്തയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാവരും കാണുക. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നാണ് ഒഡീഷയിൽ നിന്ന് വരുന്ന വാർത്തകൾ. അങ്ങനെ 10 ലക്ഷം രൂപ 2 ഹിന്ദു പെൺകുട്ടികളെ ഇയാൾ വലയിലാക്കുകയും ഓരോരുത്തർക്കായിട്ടും 10 ലക്ഷം രൂപ വീതം ചില ഇസ്ലാമിക സംഘടനകൾ ഇയാൾക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഫരീദ ഖാത്തൂൻ്റെ ആരോപണങ്ങൾ. അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന പല തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു വസ്തുത സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആദ്യമായി ഉയർന്നു വരുന്നത്. അപ്പോൾ ചില തൽപര കക്ഷികൾ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഈ ലവ് ജിഹാദ് സംബന്ധിച്ചൊരു കേസ് നിലവിലുണ്ട്, എന്തെങ്കിലും കേസുകൾ നിലവിലുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കുകയും നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒരു ഭരണഘടനയനുസരിച്ച് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചോ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചോ ഈ ലവ് ജിഹാദ് എന്ന 2 വാക്കുകൾ ചേർത്തിട്ടുള്ള ഒരു കുറ്റകൃത്യം വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ല ഭാരതത്തിൻ്റെ ഭരണഘടനയനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമമന്ത്രിക്ക് ഉത്തരം നൽകേണ്ടി വന്നു. ലവ് ജിഹാദ് സംബന്ധിച്ച കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അതിപ്പോൾ റോഡ് ആക്സിഡൻറ്റിനെ നമ്മൾ മറ്റെന്തെങ്കിലും പേരിൽ വിളിക്കുകയാണ്, എന്തെങ്കിലും ഒരു പുതിയ ടേമുകൾ പൂക്കി മുതലുള്ള പല വാക്കുകളും കണ്ടുപിടിക്കുന്ന ഇതിലാണല്ലോ. ഇപ്പോൾ റോഡ് ആക്സിഡൻറ്റിനെ ബട്ടർ ജാം എന്ന് ഞാനങ്ങ് വിളിച്ചൊരു പുതിയ വാക്ക് കൊടുക്കുകയാണ്. അതങ്ങ് വളരെ വൈറലാകുന്നു. വൈറലായതിനു ശേഷം നാളെ ഭാരതത്തിൽ നടക്കുന്ന ബട്ടർ ജാമുകളുടെ കണക്കെത്രയാണ് എന്ന് പാർലമെൻറ്റിൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടാൽ ബട്ടർ ജാമുകളുടെ പേരിൽ ഒരു കേസുകളും ഭാരതത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള മറുപടിയെ ലഭിക്കുള്ളൂ. അത്തരത്തിലുള്ളൊരു പദ്ധതിയിട്ട മുൻകൂട്ടി തയ്യാറാക്കിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതികൾ. അവിടെ ലവ് ജിഹാദിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പാർലമെൻറ്റിൽ ചോദിക്കപ്പെടുകയും ആ ഉത്തരം വാങ്ങുകയും ചെയ്തു. അതോടുകൂടി പുറത്ത് ഒരു വ്യാഖ്യാനം രൂപീകരിക്കപ്പെട്ട് ലവ് ജിഹാദ് എന്ന് പറയുന്നത് സംഘപരിവാർ നടത്തുന്ന ഒരു വ്യാജ പ്രചരണമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള പുതിയ വാർത്തകൾ പുറത്തു വരുമ്പോൾ എത്ര ആസൂത്രിതമായിട്ടാണ് ഈ ഗൂഢാലോചനകൾ നടത്തപ്പെട്ടിട്ടുള്ളതെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്തിനാണ് ഈ ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ നടത്തുന്നത്? വെറുതെ ഹിന്ദു പെൺകുട്ടികളുടെ മേലുള്ള മറ്റ് മതസ്ഥർക്കുള്ള താല്പര്യം കൊണ്ടാണ്? അല്ല. ഒരു പ്രദേശത്തിൻ്റെ ഒരു ജനസംഖ്യയുടെ അനുപാതം മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശം മുതൽ ഭീകരപ്രവർത്തനങ്ങളുടെ ഒരു വ്യാപനം വരെയുള്ള പല ഗൂഢോദ്ദേശങ്ങളും ഇതിന് പിന്നിലുണ്ട്. നമുക്ക് ജനസംഖ്യയുടെ ഒരു അനുപാതം മാറ്റുക എന്നുള്ള കാര്യത്തിലേക്ക് വരാം. കാലാകാലങ്ങളായിട്ട് കശ്മീരി യുവതികൾ ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അവരുടെ ജീവിത നിലവാരം ഒക്കെ മെച്ചപ്പെട്ടതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും പലരും അവരുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ഭീകരവാദത്തിൻ്റെ ആശയങ്ങൾ കാരണം അവിടുത്തെ കശ്മീരി യുവതികൾ അനധികൃതമായി അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോയി അവിടെ ഭീകരവാദികളിൽ നിന്ന് ഗർഭം ധരിച്ച് തിരിച്ചു വന്ന് ഇവിടെ പ്രസവിച്ച് ഒരു ജനസംഖ്യ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. ആ പ്രക്രിയ ഉണ്ടായിരുന്നു എന്ന് വെറുതെ പറയുന്നതല്ല, മാധ്യമങ്ങളിൽ ഇവയെല്ലാം വന്നിട്ടുള്ള വാർത്തകളാണ്. തന്നെയുമല്ല, പലപ്പോഴും ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്നതിന് മുമ്പുള്ള അവസരങ്ങളിൽ പരസ്യമായിട്ട് മുദ്രാവാക്യങ്ങൾ വരെ വിളിച്ചിരുന്നു. ഞങ്ങൾ അതിർത്തി കടന്നു പോകും, ജിഹാദികളെ ഗർഭം ധരിച്ച് തിരിച്ചു വന്ന് ഇവിടെ ഞങ്ങൾ അവരെ പ്രസവിച്ച് വളർത്തി ജിഹാദികളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വിടും എന്നുള്ള വെല്ലുവിളികൾ പോലുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ ഏറെ ഉയർന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉയർന്നിരുന്നത് പലപ്പോഴും ഭാരത സൈന്യം ഈ ഭീകരവാദികളെ വധിക്കുന്ന അവസരങ്ങളിലാണ്. ബുർഹാൻ വാനിയെ പോലുള്ളവരെ വധിച്ചു കഴിയുമ്പോൾ അവരുടെ ശവമടക്കിന് 10,000 കൂടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു ഈ ആർട്ടിക്കിൾ 370 മുമ്പ്. അത് കശ്മീരിലൊക്കെ നടക്കുന്നു. ഇനി പഴയ ഈസ്റ്റ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് വഴി ഈ ഒഡീസയൊക്കെ ഭാഗമായിട്ടുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഗർഭം ധരിച്ച സ്ത്രീകൾ മാത്രം, അതും ഹിന്ദുക്കളാരും വരില്ല, ഗർഭം ധരിച്ച മുസ്ലിം സ്ത്രീകൾ മാത്രം അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്കാണെങ്കിലും ആസാമിലേക്കുമൊക്കെ ആണെങ്കിലും ഒക്കെ കാലാകാലങ്ങളായി അനധികൃതമായി കുടിയേറിയിരുന്നു. ഇതും ജനസംഖ്യയുടെ ഒരു അനുപാതം മാറ്റുവാനുള്ള ഒരു
ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയേ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ആസാമിലുമൊക്കെ ഇപ്പോൾ അനധികൃത കുടിയേറ്റം കാരണം അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ബംഗാളിലാണെങ്കിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ ഒരു ദിവസമേ ഇല്ല. പല സ്ഥലങ്ങളും ഒരു ഈ നോ ഗോ സോൺ എന്ന് പറയും. മറ്റുള്ളവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തത്ര രീതിയിൽ ഈ അനധികൃത കുടിയേറ്റക്കാർ കയ്യേറി തൽപര കക്ഷികൾ നേതാക്കളായി അവരുടെ മുകളിൽ വരികയും അവരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഭീകരാവസ്ഥയാണ് ബംഗാളിൽ നിലനിൽക്കുന്നത്. ആസാമിലും സ്ഥിതി വ്യത്യസ്തമല്ല. പക്ഷേ ഹിമന്ത് ബിശ്വ ശക്തമായ നടപടികളെടുത്ത് അവരെ ഒഴിപ്പിക്കുവാനും ഒതുക്കുവാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ജനസംഖ്യയുടെ അനുപാതം മാറ്റി ഒരു രൂക്ഷമായ സ്ഥിതി ഭാരതത്തിനുള്ളിൽ സൃഷ്ടിച്ച് ഭാരതത്തിൽ എന്നും അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷം നിലനിർത്തുവാനുള്ളൊരു ജിഹാദികളുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ലവ് ജിഹാദിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വന്നാൽ, ഈ ആരോപണം മുഴുവൻ തുടങ്ങിയത് ലവ് ജിഹാദിൽ നിന്നാണല്ലോ. ഈ ലവ് ജിഹാദിലേക്ക് തിരിച്ചു വന്നാൽ, ഇത് തെളിയിക്കപ്പെടാൻ പറ്റാത്തതിന് ഇത് നിയമപരമായിട്ട് ഈ വാക്കുകൾക്കൊരു വ്യാഖ്യാനമില്ല എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ പ്രധാന കാരണം. ഈ ഫരീദ ഖാത്തൂൺ ഇപ്പോൾ മുന്നോട്ട് വന്ന ആരോപണം ഉന്നയിച്ചതുപോലെ ഈ കുടുക്കിൽപ്പെടുന്ന പല പെൺകുട്ടികൾക്കും ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുവാനുള്ള പരിമിതികളുണ്ട്. സമീപത്ത് തിരുവനന്തപുരത്ത് തന്നെ സമീപകാലത്ത് എല്ലാവരുടെയും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന സിറിയയിലൊക്കെ പോയ ആളുകളുടെ കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ ഒരു കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയൊരു ലവ് ജിഹാദ് എന്ന് ആരോപിക്കപ്പെട്ട, അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത്, ലവ് ജിഹാദ് കേസായിട്ടുള്ള ഒന്നാണെങ്കിലും ഒക്കെ, ആ ഏറ്റവും അവസാനം പറഞ്ഞ ഈ കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കി എന്ന് പറയപ്പെടുന്ന ഈ കേസിൽ പെൺകുട്ടി അവരാദ്യം കല്യാണം കഴിച്ച് പ്രണയിച്ചയാളെ അല്ല കല്യാണം കഴിച്ചത്, അവർ കല്യാണം കഴിച്ചയാളിൽ നിന്ന് വിവാഹമോചിതയായി മറ്റൊരാളെ വിവാഹം കഴിച്ചു. ഇപ്പോൾ പറയപ്പെടുന്നത് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകൾ അനുസരിച്ച് മൂന്നാമതൊരു വിവാഹം കൂടി കഴിക്കേണ്ടി വന്നു. ഇങ്ങനെ കൈമറിഞ്ഞ് പോവുകയാണ് എന്നാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ പോലും ആശങ്കപ്പെടുന്നത്. ഒരു മാംസക്കച്ചവടത്തിലേക്ക് തന്നെ ഇത് പോകുന്നുണ്ടോ എന്ന് പോലും അവർക്ക് ആശങ്കയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് അവരെത്തുന്നത് എന്തുകൊണ്ട് അവരതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നില്ല? ഒന്നാമത്തെ കാര്യം, അവർക്ക് ചുറ്റും ശക്തമായ കാവലുണ്ടാവും ഇത്തരക്കാരുടെ, ഈ ഭീകരവാദികളുടെ എന്ന് തന്നെ പറയാവുന്ന ആൾക്കാരുടെ. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇതൊരു സാധ്യതയാണ് പക്ഷേ ഒരു സത്യവുമാണ്. ഇവരുടെയൊക്കെ പല വീഡിയോ ക്ലിപ്പുകളും ചിത്രങ്ങളും ഇവരുടെ കുടുംബത്തിനുള്ള ഭീഷണി, ഇതെല്ലാം കൂടിച്ചേർന്നൊരു വല്ലാത്ത, ഇവരെയൊക്കെ മാനസികമായിട്ടും ഒരു ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെരുക്കുന്ന രീതിയിലുള്ളൊരവസ്ഥ ഈ ജിഹാദികൾ സൃഷ്ടിച്ചു വയ്ക്കാറുണ്ട്. ഇങ്ങനെയൊരു സാധ്യതയും അവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭീകരാവസ്ഥയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാഷ്ട്രവും കടന്നു പോകുന്നത് എന്നത് നാം ഒക്കെ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലം എങ്ങനെയായിരിക്കുമെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. നമസ്കാരം.